കാര്യം തന്നെ ഇതുപോലെ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ. മിണ്ടാപ്രാണികൾ, പ്രത്യേകിച്ച് നായകൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ, നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. എന്നിട്ടും അതിന് ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുണ്ട്. അവര് ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങൾ അതാരും അറിയുന്നില്ല, അതാരും ചർച്ചാ വിഷയമാക്കുന്നില്ല. എന്തെങ്കിലും ഒരു സ്വഭാവമായിട്ടുണ്ടെങ്കിൽ അപകടം മാത്രമേ, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ചർച്ചയാക്കാൻ ആരും തയ്യാറാവുള്ളൂ. അതായത് മിണ്ടാപ്രാണികൾ, നായകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വിശപ്പ് നിങ്ങൾ അറിയാത്തിടത്തോളം കാലം, അവർ അനുഭവിക്കുന്ന വേദനകൾ അറിയാത്തിടത്തോളം കാലം, അവർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, നമ്മൾ 4 നേരം മിഷ്ടാനം വെട്ടിവെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങളോട് ജീവിക്കാം. തൊട്ട് താഴെയുള്ള നമുക്കൊപ്പമുള്ള സഹജീവി അനുഭവിക്കുന്ന വേദനകൾ, പ്രത്യേകിച്ച് ആ നായ, അത് നിങ്ങൾ അറിയാത്തിടത്തോളം കാലം അവരെന്നും നിങ്ങൾക്കൊരു ശത്രുവായിട്ടുള്ള ആ ഒരു ജീവിയാണ് നിങ്ങളുടെ മനസ്സിൽ. അല്ലെങ്കിൽ ഒരു ഭീകര ജീവിയാവും, കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്ന ജീവിയാവും, പേവിഷബാധ പരത്തുന്ന ഒരു ജീവിയും. അത് നായ എന്നുള്ള ആ ഒരു അവരെ ഉപദ്രവിക്കണം, കൊല്ലണം, അടിക്കണം, അങ്ങനത്തെ ഒരു നികഷ്ട ജീവിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്ന് അവരുടെ വിശപ്പിനെ കുറിച്ച് അറിയുന്നു, അവരുടെ സ്നേഹത്തെ കുറിച്ച് അറിയുന്നു, അവര് പരിസ്ഥിതിയിൽ നമ്മുടെ നാടിന് എത്രത്തോളം ഉപകാരപ്പെടുന്നു, എത്രത്തോളം നമ്മുടെ നാടിന്റെ ആവശ്യമാണെന്ന് അറിയുന്നു, അന്ന് നിങ്ങൾ മനസ്സിലാ തെറ്റിദ്ധാരണകൾ മാറി കിട്ടും. ഒരു നേരം ഭക്ഷണം കൊടുത്താൽ ആ മിണ്ടാപ്രാണിയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്നു. അന്ന് നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറി കിട്ടും. ഞാൻ ഇതുവരെ ചിന്തിച്ചതെല്ലാം തെറ്റായിരുന്നു. കൊല്ലാൻ തല്ലണമെന്ന് പറഞ്ഞതും, വിഷം കൊടുത്തതും, വിഷം കൊടുക്കാൻ ആഗ്രഹിച്ചതും അതൊക്കെ ചിന്തിച്ചതൊക്കെ തെറ്റായിരുന്നു. അവരോട് സ്നേഹത്തോടെ ഇടപഴകുമ്പോഴേ അവര് നമ്മളോട് അനുകമ്പയോടെ, അതുവരെ അതൊന്നും ഇല്ലാത്തിടത്തോളം കാലം അവരെന്നും അകലം വിട്ടേ നിൽക്കുള്ളൂ. ഒരു ശത്രുവിനെ പോലെ, അല്ലെങ്കിൽ ഭയപ്പെട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ അവര് അതൊന്നും നിൽക്കുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഏതൊരു ജീവിയാണെങ്കിൽ അത് സ്നേഹത്തോടെ അതിനായിട്ട് ഇടപഴകുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും, അങ്ങനെ എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ അവര് ഭയപ്പാടില്ലാതെ നമ്മളോട് സ്നേഹത്തോടെ, ഏതൊരാൾ ഇപ്പൊ പറമ്പിലൂടെ പാടത്തിലൂടെ നടന്നു പോകുമ്പോഴും അതെന്റെ വേണ്ടപ്പെട്ട ആളാണെന്നുള്ള ചിന്താഗതിയിൽ അവരെ ഒരു ശല്യമില്ലാതെ അവർക്ക് എടുക്കുള്ളൂ. നേരെ മറിച്ച് അവരെ ഉപദ്രവിച്ചിട്ടും ഭക്ഷണം കൊടുക്കാണ്ട് അവരെ വേദനിപ്പിച്ച് ഓടിച്ചു വിടുന്ന ആ ഒരു മനുഷ്യനും നായക്ക് ഇടയിലുള്ള ആ ഒരു ശത്രുത ഉണ്ടല്ലോ, ആ ഒരു ബന്ധം, ആ ശത്രുത അല്ലെങ്കിൽ ഭയം അതില്ലാതാവുമ്പോഴാണ് ഈ നായ മനുഷ്യനുള്ള ആ ഒരു ഭയപ്പാട് മാറി സ്നേഹത്തോടെ ഇടപഴകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഓരോ ജീവിയുടെയും വേദന, ഓരോ ജീവിയുടെയും വിശപ്പ്, ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കുന്ന നാൾ നിങ്ങൾക്കും അവരെ സ്നേഹിക്കാൻ കഴിയും. ഈ നാട്ടിലിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളും അതൊരു സോൾവ് ആവും, അതിനൊരു